ഹലോ എവരി വൺ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നെറ്റ്വർക്ക് തിയറിയുടെ മെഷ് അനാലിസിസ് പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റിലേക്ക് പോവാം. കാൽക്കുലേറ്റ് ദ കറണ്ട് ഇൻ 3 ohm റെസിസ്റ്റർ ഫോർ ദ സർക്യൂട്ട് ഷോൺ. ഒരു നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്. വി നീഡ് ടു ഫൈൻഡ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഓം റെസിസ്റ്റർ. ഇന്നത്തെ മെഷ് അനാലിസിസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് ഏത് കാറ്റഗറി വരുന്ന പ്രോബ്ലം ആണെന്ന് നോക്കുക. ഇപ്പം ഇതിൻ്റെ കേസിൽ റെസിസ്റ്റേഴ്സ് വരുന്നുള്ളൂ കമ്പോണൻസ് ആയിട്ട്. ഇപ്പോൾ DC അനാലിസിസ് ആണ്. അതുപോലെ നെക്സ്റ്റ് സോഴ്സസ് ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് ആണ് വരുന്നത്. ഡയമണ്ട് ഷേപ്പിലെ സോഴ്സസ് ഒന്നുമില്ല. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മെഷ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇതിൻ്റെ കേസിൽ 3 മെഷസ് ആണുള്ളത്. ഇപ്പോൾ ക്വസ്റ്റിനകത്ത് മെഷ് കറൻസ് മാർക്ക് ചെയ്തിട്ടില്ല. സോ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷ് കറൻസ് മാർക്ക് ചെയ്യും. ഫസ്റ്റ് മെഷിലുള്ള കറണ്ട് I1, സെക്കൻഡ് മെഷിലുള്ള കറണ്ട് I2 ആൻഡ് തേർഡ് മെഷിലുള്ള കറണ്ട് I3. മൂന്നും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ 3 മെഷസ് ഉണ്ടായതുകൊണ്ട് 3 അൺനോൺസ് ഉണ്ട്. സോ വി നീഡ് 3 ഇക്വേഷൻസ് വേണം. അപ്പം നമ്മൾ ഫസ്റ്റ് മെഷിന്റെ മെഷ് ഇക്വേഷൻ എഴുതും. ക്രിച്ച്ഹോഫ് വോൾട്ടേജ് ലോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സിഗ്മ V ഈക്വൽ ടു സിഗ്മ IR. അപ്പോൾ ഫസ്റ്റ് മെഷിന്റെ ഇക്വേഷൻ എഴുതുകയാണ്. ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് മെഷ് I1 ആണ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ഫസ്റ്റ് മെഷ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ആ മെഷിൽ കൂടെ ഉള്ള സോഴ്സസ് നോക്കുക. അപ്പം നമുക്കിവിടെ 2 സോഴ്സസ് ഉണ്ട്. ഒരു 20 വോൾട്ട് സോഴ്സും ഉണ്ട്, ഒരു 5 വോൾട്ട് സോഴ്സും ഉണ്ട്. അപ്പം നമ്മൾ സിഗ്മ V ഈക്വൽ ടു സിഗ്മ IR ഫോമിൽ എഴുതുന്നത് ക്രിച്ച്ഹോഫ് വോൾട്ടേജ് ലോ. ഇപ്പോൾ ഫസ്റ്റ് സോഴ്സസിൽ ഈ സോഴ്സിന്റെ എഴുതുകയാണ്. അപ്പം ഈ കറണ്ട് വന്ന് ലീവ് ചെയ്യുന്നിടത്ത് പോസിറ്റീവ് പൊളാരിറ്റിയാണ്. അപ്പോൾ ഇതെന്താണ്? +20 ആണ്. +20. ഇനി ഈ മെഷിൽ സോഴ്സസ് നോക്കുക. പിന്നെ അടുത്തുള്ളത് ഈ 5 വോൾട്ട് സോഴ്സ് ഉള്ളത്. ഇപ്പോൾ കറണ്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുമ്പോഴത്തേക്ക് ലീവ് ചെയ്യുന്ന പോയിന്റ് നെഗറ്റീവ് ആണ് ഈ സോഴ്സിന്റെ കേസിൽ. സോ അതിന്റെ പൊളാരിറ്റി -5 വരും. അപ്പം നമ്മളുടെ ഈ ഒരു മെഷിൽ സിഗ്മ V കിട്ടി ഈക്വൽ ടു I × R. അടുത്ത കമ്പൗണ്ട് നോക്കുക. ആ മെഷിൽ 5 ohm റെസിസ്റ്റർ ഉണ്ട്. ആ 5 ohമിൽ കൂടെ കറണ്ട് I1 മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് I × R എന്ന് പറയുമ്പോഴത്തേക്ക് 5I1 എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് ആ മെഷിലുള്ള റിമൈനിങ് എലമെന്റ് എന്ന് പറയുന്നത് 3 ohm റെസിസ്റ്ററേ ഉള്ളൂ. സോ +3 ഇൻറ്റു ഈ 3 ohമിൽ കൂടെ കറണ്ട് I1 ഫ്ലോ ചെയ്യുന്നുണ്ട്, I2 ഫ്ലോ ചെയ്യുന്നുണ്ട്. വിത്ത് റെസ്പെക്ട് ടു മെഷ് 1 ആണ് നമ്മൾ എഴുതുന്നത്. സോ പ്രിഫറൻസ് കൊടുക്കേണ്ടത് I1 കറണ്ടിനാണ്. ഇപ്പം എങ്ങനെ എഴുതും? +3 ഇൻറ്റു വെരി ഗുഡ് I1 - I2 എന്ന് എഴുതും. ഇപ്പോൾ എല്ലാ എലമെന്റ്സും ആയില്ലേ, മെഷിലെ എല്ലാ എലമെന്റ്സും ആയില്ലേ, 2 വോൾട്ടേജ് സോഴ്സും 2 റെസിസ്റ്റേഴ്സിന്റെയും നമ്മൾ ഇക്വേഷൻ എഴുതി. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 15 ഈക്വൽ ടു ഇവിടെ 8I1 - 3I2 എന്ന് കിട്ടും. 3 മെഷ് ഇക്വേഷൻസ് വേണം. ഫസ്റ്റ് മെഷ് ഇക്വേഷൻ നമ്മൾ റൈറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് മെഷ് നോക്കുക. കറണ്ട് I2 ഫ്ലോ ചെയ്യുന്നതാണ് സെക്കൻഡ് മെഷ്. അതിൻ്റെയും സോഴ്സസ് നോക്കുക. ആ മെഷിന്റെ സോഴ്സസ്, ആ മെഷിനകത്ത് സോഴ്സ് വരുമ്പോഴത്തേക്ക് ഒരു 5 വോൾട്ട് സോഴ്സ് ഉണ്ട്, എഗെയിൻ ഒരു 5 വോൾട്ട് സോഴ്സ് ഉണ്ട്, 5 വോൾട്ട് സോഴ്സ് ഉണ്ട്. 3 സോഴ്സസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ സോഴ്സിന്റെ എഴുതാം. അതിന്റെ കേസിൽ ഇത് ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരുമ്പോഴത്തേക്ക് ലീവ് ചെയ്യുന്നിടത്തിട്ട് പോസിറ്റീവ് ആണ്. സോ +5 എന്ന് കിട്ടും. ഇനി അടുത്ത സോഴ്സ് ഈ 5 വോൾട്ട് സോഴ്സ് കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരുമ്പോഴത്തേക്ക് ലീവ് ചെയ്യുന്നിടത്ത് എന്ത് വരും? പ്ലസ് ആണ്. എഗെയിൻ +5. ഇനി തേർഡ് സോഴ്സ് അതും ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരുമ്പോഴത്തേക്ക് ലീവ് ചെയ്യുന്നിടത്ത് പോസിറ്റീവ് ആണ്, ഒരു പോസിറ്റീവ് ആണ്. സോ പ്ലസ് എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ആ ഒരു മെഷില് 3 സോഴ്സസും നമ്മൾ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി റെസിസ്റ്റേഴ്സ് നോക്കുക. ഫസ്റ്റ് ഈ 3 ohമിന്റെ നോക്കുകയാണ്. 3 ഇൻറ്റു അതിലേക്കൂടെ കറണ്ട് I2 ഫ്ലോ ചെയ്യുന്നുണ്ട്, I1 ഫ്ലോ ചെയ്യുന്നുണ്ട്. നമ്മൾ വിത്ത് റെസ്പെക്ട് മെഷ് 2 എഴുതുന്നതുകൊണ്ട് പ്രിഫറൻസ് കൊടുക്കേണ്ടത് I2-നാണ്. സോ I2 - I1 എഴുതുക. ഇപ്പോൾ ഈ എലമെന്റിന്റെ നമ്മൾ ഡ്രോപ്പ് ഇക്വേഷൻ എഴുതി. ഇനി നെക്സ്റ്റ് ആ മെഷിലുള്ള എലമെന്റ് എന്ന് വെച്ചാൽ ഈ 4 ohm റെസിസ്റ്റർ ആണ്. സോ 4 ഇൻറ്റു ആ 4 ohമിൽ കൂടെ കറണ്ട് എന്ത് മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ? I2 കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. കോമൺ ഒന്നുമില്ല, I2 കറണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ 4 ഇൻറ്റു I2 എന്ന് എഴുതാം. പ്ലസ് ഇനി ലാസ്റ്റ് ഒരേ എലമെന്റേ ഉള്ളൂ ആ മെഷിൽ റിമൈനിങ് ആയിട്ടുള്ളത് ഈ 2 ohm ആണ്. സോ 2 ഇൻറ്റു അതിലേക്ക് കൂടെ കറണ്ട് I2 ഫ്ലോ ചെയ്യുന്നുണ്ട്, I3 ഫ്ലോ ചെയ്യുന്നുണ്ട്. നമ്മൾ മെഷ് 2ന്റെ ഇക്വേഷൻ എഴുതുന്നതുകൊണ്ട് I2 - I3 എന്ന് എടുക്കുക.
ഇപ്പോഴത്തേക്ക് നോക്കിക്കേ, എല്ലാ എലമെന്റ്സും എടുത്തു നോക്കിയേ. 3 സോഴ്സസിന് നമ്മൾ ഓൾറെഡി എടുത്തു പൊളാരിറ്റി വെച്ചിട്ട്. ഇതിന്റെ കേസിൽ വോൾട്ടേജ് സോഴ്സിന് മാത്രം പൊളാരിറ്റി നോക്കിയാൽ മതി. പൊളാരിറ്റി നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കറണ്ട് ലീവ് ചെയ്യുന്നിടത്ത് ഏതാണോ ടെർമിനൽ വരുന്നത് ആ സൈൻ അങ്ങ് എടുക്കുക. ഫസ്റ്റിന്റെ കേസിൽ ലീവ് ചെയ്യുന്നിടത്തിട്ട് പോസിറ്റീവ് ആണ്, +5 എടുത്തു. നെക്സ്റ്റ് ഇതിന്റെ കേസിൽ ലീവ് ചെയ്യുന്നിടത്തിട്ട് ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ലീവ് ചെയ്യുന്നിടത്ത് പോസിറ്റീവ് ആണ്, +5 എടുത്തു. ഇതിന്റെ കേസിലും പോസിറ്റീവ് ആണ്, +5 എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പൊ നമുക്ക് സിഗ്മ വി കിട്ടി, ഈക്വൽ ടു I × R. ഇതിന്റെ കേസിൽ 3 × I2 - I1 +4 × I2 +2 × I2 - I3. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും നമുക്ക്? 15 ഈക്വൽ ടു, ഇവിടെ I1 വരുന്നത് -3 I1 വരുന്നുണ്ടല്ലേ, -3 I1 പ്ലസ് I2 വരുന്നപ്പോഴത്തേക്ക് 6 9 I2 ഉണ്ട്, 9 I2 മൈനസ് I3, ഇവിടെ I3 ഉണ്ട്, 2 I3 മൈനസ് 2 I3. ദിസ് ഈസ് അവർ ഇക്വേഷൻ 2. ഈ സെക്കൻഡ് മെഷിന്റെ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? മൂന്നാമത്തെ മെഷ് ഇക്വേഷൻ എഴുതണം. റൈറ്റ് മെഷ് ഇക്വേഷൻ 3, മെഷ് ഇക്വേഷൻ 3, തേർഡ് മെഷിന്റെ ഇക്വേഷൻ എഴുതണം. അതിന്റെ കേസിൽ നോക്കുക, സോഴ്സസ് ആണെങ്കിൽ തേർഡ് മെഷിനകത്ത് ഇവിടെ ഒരു സോഴ്സ് 5 വോൾട്ട് സോഴ്സ് ഉണ്ട്, ഇവിടെ 30 വോൾട്ട് സോഴ്സ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നത്. അപ്പൊ ഇതിന്റെ കേസിൽ 5 വോൾട്ട് നോക്കിക്കേ, ഈ കറണ്ട് ലീവ് ചെയ്യുന്നിടത്തിട്ട് എന്താ വരുന്നത്? നെഗറ്റീവ് വരുന്നത്. സോ -5 വരും. ഇനി സോഴ്സ് ഏതാ ഉള്ള? ഈ 30 ഉണ്ട്. ആ 30യും ക്ലോക്ക് വൈസ് നോക്കുമ്പോഴത്തേക്ക് ലീവ് ചെയ്യുന്നിടത്തിട്ട് മൈനസ് ആവുന്നേക്കുന്നത്. സോ -30 ഈക്വൽ ടു, ഇനി കമ്പോണൻസ് നോക്കുക. ഇവിടെ 2 ഓം റെസിസ്റ്റർ ഉണ്ട്. 2 × കോമൺ ടു എന്തൊക്കെയാണ്? I3ക്കും I2നും കോമൺ ആണ്. വിത്ത് റെസ്പെക്ട് മെഷ് 3 ആണ് നമ്മൾ എഴുതുന്നത്. സോ വിൽ ബി I3 - I2. ഇനി ഏതാ എലമെന്റ് ഉള്ളത്? ഈ 8 ഓം റെസിസ്റ്റർ ഉണ്ട്, +8 × ആ 8 ഓമിൽ കൂടെ കറണ്ട് എന്ത് മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ? I3 മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. സോ 8 × I3 എന്ന് എഴുതാം. അപ്പൊ എല്ലാ എലമെന്റ്സും ആയോ? മെഷ് 3യുടെ 2 സോഴ്സസിന്റെ എഴുതി, 2 റെസിസ്റ്റേഴ്സിന്റെയും എഴുതി. ഇനി എന്ത് ചെയ്യണം? അത് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ -35 ഈക്വൽ ടു, ഇതിന്റെ കേസിൽ I2ഉം I3 ഉള്ളൂ. I2 എന്ന് പറയുന്നത് -2 I2 + 10 I3. ഇതാണ് നമ്മളുടെ തേർഡ് ഇക്വേഷൻ. അപ്പൊ 3 മെഷസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ 3 മെഷ് ഇക്വേഷൻ എഴുതി, അത് സിംപ്ലിഫൈയും ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മെട്രിക്സ് ഫോമിലാക്കണം. ദാറ്റ് ഈസ് V ഈക്വൽ ടു R × I. ഈ ഒരു ഫോമിൽ ഒരു മെട്രിക്സ് ഫോം ചെയ്യണം. നമ്മൾ ഈ 3 ഇക്വേഷനിൽ നിന്ന് ഫോം ചെയ്യണം. 3 ഇക്വേഷൻസ്, ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ, ദിസ് ഈസ് അവർ സെക്കൻഡ് ഇക്വേഷൻ ആൻഡ് തേർഡ് ഇക്വേഷൻ. ഈ 3 ഇക്വേഷനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫോമിൽ മെട്രിക്സ് എഴുതണം. മെട്രിക്സ് എളുപ്പമാണ്. ഫസ്റ്റിന്റെ കേസിൽ വോൾട്ടേജ് 15 ആണ്, സെക്കൻഡിന്റെ കേസിലും 15 ആണ്, തേർഡിന്റെ കേസിലും -35. നമുക്ക് ഈ V എന്നുള്ള മെട്രിക്സ് കിട്ടി, ഈക്വൽ ടു, ഇനി R മെട്രിക്സും വേണം, ഇൻറ്റു I1 I2 I3. I1 I2 I3 നോക്കിക്കേ. ഇതിന്റെ കോഎഫിഷ്യൻസ് പറഞ്ഞേ. ഇവിടെ I1ന്റെ വാല്യൂ 8 ആണ് ഫസ്റ്റ് ഇക്വേഷനിൽ, I2ന്റെ വാല്യൂ -3 ആണ്, I3 വാല്യൂ ഇല്ല, സോ പുട്ട് 0. സെക്കൻഡ് കേസിൽ I1ന്റെ വാല്യൂ -3, I2ന്റെ വാല്യൂ 9, I3ന്റെ വാല്യൂ -2. തേർഡ് ഇക്വേഷനിൽ I1 ഇല്ല, 0, I2ന്റെ വാല്യൂ -2, I3ന്റെ വാല്യൂ 10. നമുക്ക് ആ മെട്രിക്സ് കിട്ടി. ഇനി ഇതിനകത്ത് വരേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും അൺനോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന്റെ കേസിൽ നമുക്ക് നോക്കണം ക്വസ്റ്റിനകത്ത് ഏത് പാരാമീറ്ററാ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുള്ള കാര്യം നോക്കണം. ഇവിടെ കാൽക്കുലേറ്റ് ദ കറണ്ട് റെസിസ്റ്റർ ഫോർ ദ നെറ്റ്വർക്ക് ഷോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കേസിൽ കറണ്ട് ത്രൂ 2 ഓം റെസിസ്റ്റർ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം തന്നിരിക്കുന്ന നെറ്റ്വർക്കിനകത്ത് ഇതാണ് 2 ഓം റെസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഈ 2 ഓം റെസിസ്റ്റർ കൂടെ കറണ്ട് I2ഉം ഫ്ലോ ചെയ്യുന്നുണ്ട്, I3യും ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ 2 കറണ്ട്സ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. I1ന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനത്തുള്ള ഇക്വേഷൻസ് നമുക്ക് കാൽക്കുലേറ്ററിൽ കൊടുത്തും ഡയറക്റ്റ് അതിന്റെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. കാൽക്കുലേറ്ററിൽ ഇക്വേഷൻ മോഡിൽ എടുത്തിട്ട് മെട്രിക്സ് കൊടുത്തിട്ട് ഡയറക്റ്റ് കറണ്ട് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. മാനുവലി ചെയ്യുകയാണെങ്കിൽ ക്രാമേഴ്സ് റൂൾ ആയിരിക്കും ഈസി ആയിട്ട് വരുന്നത്.
ഇപ്പം ക്രാമേഴ്സ് റൂൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നോക്കണം എലമെന്റിന് അക്രോസ് ഉള്ള പാരാമീറ്റർ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് അത് മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഇതിന്റെ കേസിൽ ഈ 2 ഓമിൽ കൂടെ ഉള്ള കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ I1 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. I2ഉം I3 മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിന്റെ സിഗ്മ V ഈക്വൽ ടു സിഗ്മ IR മെട്രിക്സ് ഫോമിൽ കിട്ടി. ഇനി ഇതിനകത്ത് നിന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട I2ഉം I3 ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അത് ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ ഡെൽറ്റ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇത് I2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ 2 ബൈ ഡെൽറ്റ ആണ്. അതിൽ ഡെൽറ്റ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെട്രിക്സിന്റെ ഡെൽറ്റ മെട്രിക്സിന്റെ സെക്കൻഡ് കോളം റീപ്ലേസ് ചെയ്ത് ഈ വാല്യൂ കൊടുക്കുക. കാരണം ഇവിടെ I2 ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതായിരിക്കും ഡെൽറ്റ 2 എന്ന് പറയുന്നത്. അതുപോലെ I3 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ തേർഡ് എലമെന്റ് ആയതുകൊണ്ട് ഇതിന്റെ തേർഡ് കോളം റീപ്ലേസ്ഡ് ബൈ ദിസ് കോളം ആയിരിക്കും. ദാറ്റ് ഈസ് ഡെൽറ്റ 3 ബൈ ഡെൽറ്റ. ഈ ഡെൽറ്റ എന്ന് വെച്ചാൽ എന്താണ്? ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതിന്റെ കേസിൽ ഡെൽറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് ഡെൽറ്റ ഈക്വൽ ടു ഈ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ദാറ്റ് ഈസ് 8 -3 0 -3 9 -2 0 -2 10 അതിന്റെ ഡിറ്റർമിനന്റ് എടുക്കുക. ഡിറ്റർമിനന്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 598 എന്ന് കിട്ടും അതിന്റെ വാല്യൂ. ഡെൽറ്റ 2 ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡെൽറ്റ 2 ഈക്വൽ ടു ഇതിന്റെ കേസിൽ ഈ മിഡിൽ കോളം റീപ്ലേസ്ഡ് ബൈ ദിസ് എലമെന്റ് ആണ് വരുന്നത്. അപ്പോഴത്തേക്ക് 8 -3 0 മിഡിലില് 15 -35 ലാസ്റ്റ് കോളം സെയിം ആ 2 -2 10 ഡിവൈഡ് ബൈ ദിസ് ഡെൽറ്റ വാല്യൂ. I2 ഈക്വൽ ടു ഡെൽറ്റ 2 ബൈ ഡെൽറ്റ വാല്യൂ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളിവിടെ 598 ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ഡിറ്റർമിനന്റുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 1.82 ആംപിയർ എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ ഇതിലേക്കൂടെയുള്ള കറണ്ട് I2 ഫൈൻഡ് ഔട്ട് ചെയ്ത് ഈ 2 ഓമിൽ കൂടെ കറണ്ട് I3 ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ I3 ഫൈൻഡ് ഔട്ട് ചെയ്യണം. I3 ഈക്വൽ ടു ഡെൽറ്റ 3 ബൈ ഡെൽറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ 3 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ലാസ്റ്റ് കോളം റീപ്ലേസ്ഡ് ബൈ ദിസ് എലമെന്റ് വരും. ദാറ്റ് ഈസ് 8 -3 0 -3 9 -2 15 -35 ഡിവൈഡ് ബൈ ദിസ് 598 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ -3.13 ആംപിയർ എന്നാണ് കിട്ടുന്നത്. -3.13 ആംപിയർ എന്നാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ക്രാമേഴ്സ് റൂൾ യൂസ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ ഇക്വേഷൻ മോഡ് എടുത്ത് ഡയറക്റ്റ് I1 I2 I3 ഫൈൻഡ് ഔട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ടൈം സേവ് ചെയ്യാനും പറ്റും. ഇനി നെക്സ്റ്റ് ഇപ്പൊ ഇവിടെ നോക്കേണ്ട കാര്യം, ഇവിടെ I2ഉം I3യും ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോഴത്തേക്ക് I3യുടെ വാല്യൂ ഇവിടെ നെഗറ്റീവ് ആയിട്ട് വന്നു. അപ്പോൾ നെഗറ്റീവ് ആയിട്ട് വരുന്നതിന്റെ ഇൻഡിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്ത കറണ്ട് ഡയറക്ഷന് റോങ് ആയിരുന്നുള്ളതാണ് അതിന്റെ ഇൻഡിക്കേഷൻ വരുന്നത്. നമ്മളിവിടെ സോൾവ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് I2ന്റെ വാല്യൂ ഇവിടെ നെഗറ്റീവ് വന്നു, -3.13 ആംപിയർ വന്നു. അതിന് ഇൻഡിക്കേഷൻ എന്താ? നമ്മളിവിടെ ആദ്യമേ എല്ലാം ക്ലോക്ക് വൈസ് ആയിട്ട് അസ്യൂം ചെയ്തില്ല. അപ്പോൾ ആ അസംഷനിൽ ഈ കറണ്ടിന്റെ ഡയറക്ഷൻ ചൂസ് ചെയ്തത് റോങ് ആണെന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന നെറ്റ്വർക്ക് ഒന്നും കൂടെ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം അസ്യൂം ചെയ്തത് മെഷ് 1 കൂടെയുള്ള കറണ്ട് I1 ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, മെഷ് 2 കൂടെയുള്ള കറണ്ട് I2 ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരുന്നു. അതുപോലെ മെഷ് 3യുടെ കറണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനായിരുന്നു. നെഗറ്റീവ് വന്നതുകൊണ്ട് എന്ത് ചെയ്യണം? അതിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആക്കണം. ദാറ്റ് ഈസ് I3 എന്ന് വരും. ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് കറണ്ട് ത്രൂ ദിസ് 2 ഓം റെസിസ്റ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. 2 ഓം റെസിസ്റ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പം നോക്കിക്കേ I2ന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇങ്ങനെ ക്ലോക്ക് വൈസിൽ വന്ന് ഡൗൺവേർഡ്സ് ഡയറക്ഷനിൽ പോകും. ഈ I3 നമ്മളിപ്പോൾ സൈൻ ചേഞ്ച് ചെയ്തു, അതായത് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. നെഗറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ അത് എങ്ങനെയാണ്? സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. കണ്ടില്ല, രണ്ടും സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. I2 ക്ലോക്ക് വൈസിൽ വന്ന് ഈ ഡൗൺവേർഡ്സിൽ പോകും. I3യുടെ സൈൻ ചേഞ്ച് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ അത് ഇങ്ങനെ മൂവ് ചെയ്ത് എന്തായിരിക്കും? ഡൗൺവേർഡ്സ് ഡയറക്ഷനിലേക്ക് പോകുന്നത്. അപ്പം കറണ്ട് ഫ്ലോയിങ് ത്രൂ I2 എന്ന് വെച്ചാൽ എന്തായിരിക്കും? രണ്ടിൻ്റെയും കൂടെ സം ആയിരിക്കും, രണ്ടും സെയിം ഡയറക്ഷനിലാണ്. സോ I2 + I3 എന്നായിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തൊക്കെ വരും?
ഇതിനകത്ത് ഈ നമ്മൾ കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പം അതിനകത്ത് ആ നെഗറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ, അത് ഓർത്തോണം കേട്ടോ. കറണ്ടിൻ്റെ ഈ നെഗറ്റീവ് അല്ലെങ്കിൽ അത് വരുന്നത് ഇൻഡിക്കേഷൻ വരുന്നത് ഡയറക്ഷൻ മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മൾ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് അപ്പോഴത്തേക്ക് രണ്ടിൻ്റെ കൂടെ സം ആയിട്ടാണ് വരുന്നത്. കറണ്ട് ഫ്ലോയിങ് ത്രൂ 2 ohm റെസിസ്റ്റർ, ദാറ്റ് ഈസ് I2 വാല്യൂ എന്താണ് 1.82 പ്ലസ് I3 വാല്യൂ എന്തായിരിക്കും 3.13. that is equal to 4.95 ആംപിയർ ആയിരിക്കും ഇതിലേക്കൂടെ ഈ 2 ohm റെസിസ്റ്റർ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തോണം, ഇങ്ങനത്തുള്ള ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു കറണ്ടിൻ്റെ വാല്യൂ നെഗറ്റീവായിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ എല്ലാം ക്ലോക്ക് വൈസ് ആയിട്ടാണ് എടുത്തത്. അതിൽ ആ കറണ്ട് ഡയറക്ഷൻ നമ്മൾ ചൂസ് ചെയ്ത് റോങ് ആണ്. അപ്പോൾ അത് ആക്ച്വലി അതെന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ നെറ്റ്വർക്ക് ഒന്നും കൂടെ റീഡ്രോ ചെയ്തു, അതിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസിലുള്ള ഡയഗ്രാം വരച്ചിട്ട് 2 ohmക്കുള്ള കറണ്ട് നോക്കുമ്പോഴത്തേക്ക് എന്താണ് രണ്ടും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. അതൊക്കെ I2 I3 സെയിം ഡയറക്ഷനാണ്. സോ രണ്ടിനോട് സം ആയിരിക്കും കറണ്ട് ഫ്ലോയിങ് ത്രൂ 2 ohm റെസിസ്റ്റർ. ഇതിനകത്ത് ഈ കറണ്ടിൻ്റെയൊക്കെ അതിൻ്റെ നെഗറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ല, അതിൻ്റെ ജസ്റ്റ് ഡയറക്ഷൻ മാത്രമാണ് നെഗറ്റീവ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ക്വസ്റ്റിനകത്ത് പിന്നെ ചോദിക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ കറണ്ട് ത്രൂ 2 ohm റെസിസ്റ്റർ പോലെ വോൾട്ടേജ് അക്രോസ് 2 ohm റെസിസ്റ്റർ ചോദിക്കാം. വോൾട്ടേജ് അക്രോസ് ആ കമ്പോണൻറ്റ് 2 ohm റെസിസ്റ്റർ, അതായത് നമുക്കറിയാം V = I × R ആണ്. ഓൾറെഡി നമ്മൾ I ഫൈൻഡ് ഔട്ട് ചെയ്തു. R എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ohm ആണെങ്കിൽ R എന്തായിരിക്കും 2 ആയിരിക്കും. അപ്പോൾ അതായിരിക്കും അതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഇങ്ങനത്തുള്ള നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ കേസിൽ നമ്മൾ ഏത് ക്വാണ്ടിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്താലും അതിൻ്റെ യൂണിറ്റ് എഴുതണം, മറന്നു പോകരുത്. ഇപ്പോൾ കറണ്ട് ആണെങ്കിൽ ആംപിയർ എന്ന് എഴുതിയിരിക്കണം, അതുപോലെ വോൾട്ടേജ് ആണെങ്കിൽ അവിടെ വോൾട്ട് എന്ന് എഴുതണം. ഇനി അതുപോലെ ഇതിനകത്ത് ചോദിക്കാവുന്നത് ഒന്ന് പവർ ഡെസിപ്പേഷൻ ചോദിക്കാറുണ്ട്. പവർ ഡെസിപ്പേഷൻ ചോദിക്കാറുണ്ട്. പവർ എന്ന് വെച്ചാൽ നമുക്കറിയാം പല ഇക്വേഷൻസ് ഉണ്ട്. P = ഒന്ന് I²R ഉണ്ട്. അപ്പോൾ ഐയും ആറും അറിയുകയാണെങ്കിൽ പവർ = I²R ആണ്. അതിൻ്റെ യൂണിറ്റ് എഴുതണം, വാട്ട് എന്നുള്ള കാര്യം എഴുതണം. ഓക്കെ, ഇത്രയാണ് ഈ ടൈപ്പ് പ്രോബ്ലത്തിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യം. അപ്പം നമ്മൾ മെഷ് അനാലിസിസ് ചോദിക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് എത്ര മെഷ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അത്രയും മെഷ് കറൻസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്യുക, അത്രയും മെഷ് ഇക്വേഷൻസ് എഴുതുക, അതിനെ നമ്മൾ മെട്രിക്സ് ഫോമിലാക്കുക, കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് കൊടുത്ത് അൺനോൺ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്രാമേഴ്സ് റൂൾ യൂസ് ചെയ്ത് അതിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മുമ്പേ ആയിട്ട് നോക്കണം ക്വസ്റ്റിനകത്ത് ഏത് പാരാമീറ്ററിന് അക്രോസ് ഉള്ള വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. അതനുസരിച്ച് ആ വാല്യൂ മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിൻ്റെ കേസിൽ അതിൻ്റെ നെഗറ്റീവ് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഒന്നും കൂടെ നെറ്റ്വർക്ക് റീഡ്രോ ചെയ്തിട്ട് അതിൻ്റെ സൈൻ ചേഞ്ച് വന്നതിൻ്റെ അതിനെ ഓപ്പോസിറ്റിൽ ഡയറക്ഷനിലാക്കി അതിനുശേഷം നോക്കിയപ്പോഴത്തേക്ക് രണ്ടിനോട് സമ്മായിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് അതുപോലെ ഇതിനകത്ത് ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസും കൂടെ പാരാമീറ്റേഴ്സും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്, പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു. BTech MEDC.